പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ്. നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിലായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 29-നാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. മാർച്ച് 28, 29 തീയതികളിലായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. നേർച്ചയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി CI ജിനേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഷൊർണൂർ DYSP സാജു കെ എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ചു. നേർച്ചയുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടികളാണ് സ്വീകരിക്കുക എന്ന് DYSP മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 ഡസനിലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ച കേസുകളും ഉണ്ട്. അക്രമ സംഭവങ്ങൾ നടത്തുന്ന കമ്മിറ്റികളെ ഒരു കാരണവശാലും തുറന്നുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും DYSP വ്യക്തമാക്കി. കർശനമായ നടപടികൾ ഉണ്ടായിരിക്കും. കാരണം ഇലക്ഷൻ നടക്കുന്ന വേളയാണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുള്ള സംഭവങ്ങളാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് പോലീസിനെ നമുക്ക് അയക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ പല VVIPകളും VIP-കളും അന്നേ ദിവസം ജില്ലയിലെ സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഫോഴ്സ് പട്ടാമ്പി നേർച്ച മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഡിവൈഡ് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് സംയമനം പാലിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമ്മിറ്റിക്കാരുമാണ്. ആഘോഷം നന്നായി നടക്കട്ടെ, നമുക്ക് യാതൊരു തടസ്സവുമില്ല. നല്ല രീതിയിൽ തന്നെ നടന്നോട്ടെ, യാതൊരു തടസ്സവുമില്ല. നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്താലും അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ നോക്കേണ്ടത് ഓരോ കമ്മിറ്റിക്കാരുടെയും ഓരോ കൈവിലെ ചുമതലയാണ്. പട്ടാമ്പി SI മനോകൃഷ്ണ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അലി പൂവത്തിങ്കൽ, സെക്രട്ടറി ഹനീഫ മാനു, ഉസ്മാൻ പുളിക്കൽ, മറ്റ് ഭാരവാഹികൾ, പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.